വാവ് അമേസിങ് സംഭവത്തിൽ ഇതാ നമ്മൾ ബൾബ് കത്തിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല, നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ടതിലൊരു തട്ടിപ്പില്ല. ഉരുളങ്കിഴങ്ങിൽ നിന്ന് ഇതാ നമ്മൾ ബൾബ് കത്തിച്ചിരിക്കട്ടെ. ഉള്ളിൽ നിന്നും നമ്മൾ കറണ്ട് ഉണ്ടാക്കി കേട്ടോ. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കത്തുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൊന്നുമില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കാണിച്ചിട്ടോ. ഇതാ എൻ്റെ കയ്യിലൊന്നുമില്ല കണ്ടോ. ഇതിലേക്ക് വെക്കുന്നു കത്തുന്നു. ഉപ്പ് വെള്ളത്തിൽ നിന്നും നമുക്ക് കറണ്ട് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നമ്മൾ ഉരുളങ്കിഴങ്ങിൽ നിന്നും അതുപോലെ തന്നെ ഉള്ളിയിൽ നിന്നും ഉപ്പിട്ട വെള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ കറണ്ട് ഉണ്ടാക്കാൻ പോകും കേട്ടോ. നമുക്ക് ഇനി വലിയ വെള്ളച്ചാട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. കറണ്ട് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഇത് ഞാൻ പറഞ്ഞതല്ല, യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടും തെളിയിച്ചതുമാണ്. മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഉള്ള ഓരോ വീഡിയോസ് ഇപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെ ചെയ്തിട്ട് വിജയിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലൊക്കെ കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കത്തിച്ച് തരുന്ന കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ പരിചയപ്പെടാം. അതിനു മുമ്പ് നിങ്ങൾ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇതിൽ വലിയ ഉള്ളിയില്ലേ, ഈ വലിയ ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പുവെള്ളം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം, അതൊക്കെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ ഉള്ളികൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അത്യാവശ്യം വലിയ ഉള്ളികൾ തന്നെ നോക്കിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു ബൾബ് ഹോൾഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വിച്ച്, സാധാരണ തൂക്കിയിടുന്ന ബെഡ് സ്വിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ആണികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആണികൾ എടുക്കുക. പിന്നെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ മതി. പിന്നെ നമുക്ക് ചെറിയൊരു വയറിൻ്റെ കഷ്ണം വേണം, ഇതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് വയറിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ബൾബ് ഹോൾഡർ ഇതേപോലെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ ബൾബ് ഹോൾഡറിലേക്ക് 2 വയറുകൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ വയർ എടുക്കുക. അതിനുശേഷം ബൾബ് ഹോൾഡറിൽ നിന്നും നമുക്ക് കണക്ഷൻ എടുക്കാം. രണ്ടാമത്തെ വയർ നമ്മൾ കണക്ട് ചെയ്യാണ്. ഓക്കെ, സാധാരണ ഒരു ബൾബ് ഹോൾഡർ കണക്ട് ചെയ്യും പോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഇതേപോലെ ഒരു വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനുശേഷം ഈ ഒരു ഭാഗം എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. സ്വിച്ച് വഴി ആണല്ലോ, നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സ്വിച്ചിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു വയർ എടുക്കാം. ഒന്നാമത്തെ വയർ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. മറ്റൊരു വയർ എടുത്തതിന് ശേഷം സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ സ്വിച്ച് കണക്ട് ചെയ്തു. അത് നമ്മൾ അടച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിതാ സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 2 വയർ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത്ര മതിയിട്ട് നമുക്ക് സമയത്രേ ഉള്ളൂ. ഒരു ബൾബ് ഹോൾഡർ എടുത്തു, അതിൽ 2 കണക്ഷൻ എടുത്തു. ഒന്ന് സ്വിച്ച് വഴി പോകുന്നു, ഒന്ന് ഡയറക്റ്റും പോകുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവത്തിൽ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ. ഇനി ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ 2 അറ്റത്തും നമുക്ക് ആണികൾ കൊടുക്കാം. ഇതിൻ്റെ ആണി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഈ വയറൊന്ന് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ആണി ഇവിടെ വെക്കുക. കറക്റ്റായിട്ട് പിരിച്ചു കൊടുക്കണം. ഇതിൻ്റെ കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടണമല്ലോ, അല്ലെങ്കിൽ വർക്കിംഗ് ആവില്ല. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇതേപോലെ ഒന്നാമത്തെ ആണി നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തും ചെയ്തെടുക്കണം. അങ്ങനെ 2 കണക്ഷനും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാ ഇത്രയേ ഉള്ളൂ. ഒരു ബൾബ് ഹോൾഡർ, അതുപോലെ തന്നെ ഒരു സ്വിച്ച്, ഇവിടെ നിന്നും 2 കണക്ഷൻ വരുന്നു. ഇത്രേ ഉള്ളൂ. ഈ സ്വിച്ച് വഴി ഇതിലേക്ക് കണക്ഷൻ പോകുന്നു. അത്രേ ഉള്ളൂ കേട്ടോ സംഭവത്തിൽ. ഇതേപോലെയുള്ള വലിയ 2 ഉള്ളികൾ എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഉള്ളികൾ തന്നെ വേണമെന്നുള്ള ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിത് 2 കണക്ട് ചെയ്യാൻ പോവാണ്. ഒന്ന് ഈ ഉള്ളിലും ഒന്ന് ഈ ലെഫ്റ്റിലെ ഉള്ളിലും കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ 2 ഉള്ളികൾ തമ്മിലൊന്ന് കണക്ട് ചെയ്യണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെറിയൊരു വയറിൻ്റെ കഷ്ണം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് 2ഉം തമ്മിലൊന്ന് ജോയിൻ്റ് ആക്കുക. ഇങ്ങനെ ചെറിയൊരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയൊരു വയറാണ്. അതും ഇതേപോലെ ഈ 2 ആണിയിലും ജോയിൻ്റ് ആയിട്ട് സംഭവത്തിലാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഉള്ളിയുടെ ഭാഗത്ത് ഇതാ കറക്റ്റായിട്ട് ഇതേപോലെ പഞ്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉള്ളിയിലും നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഉള്ളിയുടെ ഈ ഒരു ഭാഗത്ത്, ഒന്നാമത്തെ ഉള്ളിയുടെ ഈ ഒരു ഭാഗത്ത് സ്വിച്ചിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു വയർ കണക്ട് ചെയ്യാം. ഒന്നാമത്തെ ഉള്ളിയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ വയർ ഇതാ ഇവിടെയും കണക്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളത് ഗൈസ്. സംഭവത്തിൽ ഇതാ ഒന്നാമത്തെ ഉള്ളിയുടെ ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇത് ജോയിൻ്റ് ആക്കി ഒരു വയർ ഈ സ്വിച്ച് വഴി ഇതിലേക്കും പോകുന്നു, മറ്റൊരു വയർ ഡയറക്റ്റും പോകുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ബൾബ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതാ നമ്മൾ സ്വിച്ച് ഇടുന്നതോടുകൂടി വർക്ക് ചെയ്യണം. ഗായ്സ്, സംഭവം പൊളിച്ചിരിക്കുകയാണ്. നമ്മൾ സംഭവം വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ ഉള്ളിൽ നിന്നും നമ്മൾ കറണ്ട് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കത്തുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഓഫ് ആവുന്നു, കത്തുന്നു. ഇതിലൊരു തട്ടിപ്പില്ല. ഇതിൻ്റെ അടിയിലൊന്നുമില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കാണിച്ചിടാം. ഇതിൻ്റെ അടിയിൽ ഒരു ഗ്ലാസും കാര്യങ്ങളും അല്ല, ഗ്ലാസിൻ്റെ അടിയിൽ ഇൻഡക്ഷൻ കുക്കർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൽ ആരും പറയണ്ട. അതാ പൊളിച്ചിട്ടില്ലേ? നമ്മൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കറണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മളതിൽ തൊടുന്നില്ല. ഓക്കെ, ഇതൊരു പ്രത്യേക തരം വർക്കിംഗ് ആണ്. എന്താ അല്ലേ, അടിപൊളിയല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങിൽ നിന്നും ഇതേപോലെ തന്നെ ചെയ്തു നോക്കാം. ബൾബ് ഊരി ഒഴിവാക്കാം. അതിനുശേഷം നമ്മൾ ഈ ഉള്ളിക്ക് പകരം ഉരുളക്കിഴങ്ങ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാൻ പോവുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് അതിനായിട്ട് എടുത്തു. ഈ 2 കണക്ഷൻ ഒഴിവാക്കാം. ഉള്ളി എന്തായാലും കറണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? 2 ഉരുളക്കിഴങ്ങും നമ്മൾ എടുത്തിരിക്കുകയാണ്. അത് ഇതേപോലെ തന്നെ കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങിൽ നിന്നും ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഓക്കെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തായിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്നും ഓക്കെ ഈ ഒരു ഭാഗത്തുനിന്നും കണക്ഷൻ എടുത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ബൾബ് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അടുത്ത പരീക്ഷ നമ്മൾ നടത്താൻ പോവാണ്. സ്വിച്ച് ഇടുന്നതോട് കൂടി കത്തുമോ? യെസ് ഗൈസ്. പോയോ? ഇതിൽ വല്ല കറണ്ട് ഇല്ലാതെ തോന്നുന്നുണ്ടോ? ഓക്കെ, റെഡിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനും തട്ടിപ്പുണ്ടെന്ന് പറയുമോ? എനിക്കിപ്പോൾ അതാണ് പേടി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉരുളക്കിഴങ്ങ് ഓക്കെ നമുക്ക് പൊക്കാം. വാവ്, അമേസിങ്. സംഭവത്തിൽ ഇതാ നമ്മൾ ബൾബ് കത്തിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. നിങ്ങളൊന്നും വിചാരിക്കേണ്ടതിലൊരു തട്ടിപ്പുമില്ല. ഉരുളക്കിഴങ്ങിൽ നിന്നിതാ നമ്മൾ ബൾബ് കത്തിച്ചിരിക്കട്ടെ ഗൈസ്. പൊളിയില്ലേ? സംഭവത്തിൽ അത്ഭുതം തന്നെ. എന്താണെങ്കിലും സംഭവം. ഓക്കെ, നെക്സ്റ്റ് ഒരൊറ്റ അറ്റംപ്റ്റ് കൂടി നടത്താനുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് വെള്ളത്തിൽ നിന്നും ബ്ലേഡ് ഇട്ടിട്ട് നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിൽ നിന്ന് ഒഴിവാക്കാം. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പച്ചവെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ കുറച്ച് പൊടിയുപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, കല്ലുപ്പ് എടുത്തിട്ട് പൊടിയുപ്പ് മാത്രം ഇടാം. ഓക്കെ, ഇതിൽ നിന്നും ഏകദേശം ഒരു ഇത്രയൊക്കെ മതിയാവും. ഓക്കെ, കുറച്ച് ഉപ്പ് ഇതിലും കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുത്തു. ഇതാ 2 ബ്ലേഡുകൾ നമ്മൾ എടുത്തിരിക്കുകയാണ്. 2 ബ്ലേഡും നമ്മളിതിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ബ്ലേഡിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി, കറക്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ഗ്ലാസ്സിൽ ഉപ്പുവെള്ളം എടുത്തിട്ടുണ്ട്. 2ലും ബ്ലേഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമ്മൾ ജോയിൻ്റ് ചെയ്യാനായിട്ട് ഇതാ ഇതേപോലുള്ള നേരത്തെ നമ്മൾ വെച്ച ഈ ഒരു ആണിയുടെ ജോയിൻ്റ് ഇതിലേക്ക് ഇറക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതാ ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒന്നാമത്തെ വയർ ഫേസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഫേസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ന്യൂട്രൽ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നു. ബൾബ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്വിച്ച് ഇടേണ്ട താമസം മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും സംഭവിക്കുക? ഓക്കെ ഗൈസ്, ഇതാ സ്വിച്ച് ഇടാൻ പോണ്. വാ വാ, അമേസിങ്. സംഭവത്തിൽ പൊളിച്ചിട്ടുണ്ട്. പോയി ബൾബ് ഇവിടെ നിന്ന് വിട്ടുപോയതാണ്. ഇതാ ഇതിലേക്ക് വെക്കുമ്പോഴോ ഇനി ഇതാ നിങ്ങൾക്ക് 100% കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം. ഇതിലേക്ക് വെക്കുമ്പോൾ കത്ത് നോക്കട്ടോ. ഓ കണ്ടോ കണ്ടോ, എൻ്റെ കയ്യിലൊന്നുമില്ല. ഇത് കറക്റ്റ് തന്നെ. ഇതാ എൻ്റെ കയ്യിലൊന്നുമില്ല. കണ്ടോ, ഇതിലേക്ക് വെക്കുന്നു കത്തുന്നു, വെക്കുന്നു കത്തുന്നു. ഉപ്പ് വെള്ളത്തിൽ നിന്നും നമുക്ക് കറണ്ട് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? ഉപ്പ് വെള്ളത്തിൽ നിന്നും നമ്മൾ ബൾബ് കത്തിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതും ഇതൊന്നും പറയാൻ നിൽക്കരുത് പ്ലീസ്. ദയവ് ചെയ്ത് എന്നെ അപമാനിക്കരുത്. ഓക്കെ ഓക്കെ ഗൈസ്, കണ്ടോ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കത്തിച്ചിരിക്കുകയാണ്. ഉപ്പ് വെള്ളത്തിൽ നിന്നും കത്തിച്ചിരിക്കുകയാണ് അല്ലേ? ഉപ്പ് വെള്ളത്തിൽ നിന്നും കത്തിച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെയാണ് പ്രശ്നം. എന്നാൽ ഇതിൻ്റെ തട്ടിപ്പാണ് ഇനി പറയാൻ പോകുന്നത്. ഗൈസ്, ഈ വീഡിയോ മുഴുവനായിട്ട് കാണാതെ തെറി വിളിച്ചവർക്കൊക്കെ എല്ലാവർക്കും നന്ദി. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ തന്നെ കുറേ ആളുകൾ നമ്മളെ തെറി വിളിച്ചിരുന്നു മുഴുവൻ വീഡിയോ കാണാതെ. ഇത് ഫുൾ ഫേക്കാണ് ഗൈസ്. ഇതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ വ്യൂസ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ സംഭവം പൊളിയായി. ഒട്ടുമിക്ക ആളുകളും ഇംഗ്ലീഷുകാരാണ്. എത്ര മില്യൺ വ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത്രയും വ്യൂവേഴ്സാണ്. എത്ര ആളുകളാണ് ഇതിൽ ലൈക്ക് അടിക്കുന്നവരോ. ആളുകൾ മണ്ടന്മാരാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഇന്ന് കൊടുക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് കത്തുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പലരും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലാക്കണം ഇതിൻ്റെ അടിയിൽ എന്തോ സംഭവം ഉണ്ടെന്നില്ലേ? ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ശരിക്കും എന്തെങ്കിലും സംഭവം ഉണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഇത് കത്തുമോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം. അയ്യോ, ഉപ്പുവെള്ളം തലയിൽ വീഴും. ഓക്കെ,
ഞാൻ ഈ സ്വിച്ച് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, കത്തുന്നുണ്ട്. ഓക്കെ ഗൈസ്, സംഭവത്തിലുണ്ടോ ഒന്നുമില്ലാന്ന് മനസ്സിലായില്ലേ? പക്ഷെ ഇതിൻ്റെ തട്ടിപ്പ് എന്താ? കുറേ ആളുകൾക്ക് മനസ്സിലായി കാണും, കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായാലും ഞാനിതിൻ്റെ തട്ടിപ്പ് കാണിച്ചു തരാം. നമ്മളിത് ഓഫ് ചെയ്യുന്നു, അതിനുശേഷം ഇതിൽ നിന്നും കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നു. ഇത് കറണ്ടൊന്നും ഇല്ല കേട്ടോ, വെറുതെ ചുമ്മാ പറയണേ. ഇതാ ഇത് ഒഴിവാക്കുന്നു, ഉപ്പ് വെള്ളം മാറ്റി വെക്കുന്നു, നമ്മളെ ഈ ബൾബ് ഓർഡർ ഓഫ് ചെയ്യുന്നു. ഈ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നെറ്റിയിൽ കുറച്ച് വിയർപ്പുണ്ട്. ബൾബ് എടുക്കുന്നു, എന്താ അല്ലേ ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ, കുറച്ച് മുമ്പ് ഒരു വർഷം മുമ്പ് വന്നിട്ടുണ്ട് വൈറലായിട്ടുള്ളൊരു വീഡിയോ. ഇതേപോലെ നെറ്റിയിൽ വെച്ചിട്ട് കറണ്ടുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വൈറലായിരുന്നു. ഇതാണ് സംഭവം. പലർക്കും അറിയാമായിരിക്കും. അന്ന് ഈ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല, ഇന്ന് പല ആൾക്കാരുടെയും വീട്ടിലുണ്ട്. ഇൻവെർട്ടർ ബൾബാണ് ഇതിൻ്റെ പേര്. ഈ ഇൻവെർട്ടർ ബൾബ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള തട്ടിപ്പൊക്കെ നടന്നത് കേട്ടോ. DC ഇൻവെർട്ടർ ബൾബാണ് ഇത്. 9 വാട്ട്സ് എമർജൻസി ബൾബ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. എമർജൻസി ബൾബ് 6500 ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് സംഭവം. നമുക്കിതൊന്ന് അയച്ചു നോക്കാം അതിനുള്ളിലുള്ള എന്താണ് പ്രവർത്തനം. ഇത് ഇവിടെ ഷോർട്ടാക്കിയാൽ തന്നെ കത്തും, ചുമ്മാ കത്തും. ഇതിനുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഇവരൊക്കെ ഇത്രയും വ്യൂകളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഗൈസ്, സംഭവത്തിന് ഇതിൻ്റെ തട്ടിപ്പ് എന്താണെന്നുള്ളത് നോക്കണമല്ലോ. തട്ടിപ്പ് എന്നല്ല, ഇതൊരു പ്രവർത്തിക്കുന്ന ബൾബാണ്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കത്തും, അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ വെച്ചാൽ കത്തും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിച്ചു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അറിയണമല്ലോ. ഇതിനുള്ളിൽ ഓക്കെ ഗൈസ്, നമ്മളിത് അയച്ചിരിക്കുകയാണ്. സംഭവത്തിലൊന്നുമില്ല. ഇതേപോലെ ഒരു ബാറ്ററി ഇവിടെ ഉണ്ട്. ഈ ബാറ്ററി ആണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ബാറ്ററി ഒരു എമർജൻസി, സാധാരണ നമ്മളെ എമർജൻസിയിലൊക്കെ ഉള്ള അതേ സിസ്റ്റം ബാറ്ററി വെച്ചിട്ട് ഇവിടെ ഒരു കണക്ഷൻ വരുന്നത്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒന്ന് അതേപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമ്മളെ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇതിൻ്റെ പ്രവർത്തനം എന്താ വെച്ചാൽ, സാധാരണ ബൾബ്, ഈ എമർജൻസി ലാമ്പ് എന്ന് പറയുന്ന സംഭവം സാധാരണ നമ്മൾ ഹോൾഡറിലിട്ട് കത്തിക്കുന്ന സമയത്ത് കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഒരു ടച്ച്, നമ്മൾ സ്വിച്ചിൻ്റെ ടച്ച് തന്നെ വരുന്നുണ്ടല്ലോ, ആ ടച്ച് കാരണത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഓൺ ചെയ്യാതെ തന്നെ ആ ബൾബ് എമർജൻസി ലാമ്പായിട്ട് വർക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു എമർജൻസി സിസ്റ്റമാണ് ഇതിനുള്ളിലുള്ളത്. ഇത് വെച്ചിട്ടാണ് ഇവരൊക്കെ വേറെ ഇതേപോലെയുള്ള വൻ തട്ടിപ്പുകൾ എന്ന് തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ആളുകൾ ഇതേപോലെ ഫ്രീ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടും. ഇതേപോലെ പല ആളുകളും സാധനങ്ങൾ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കും, ഒന്നും വിജയിക്കില്ല. 90% ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ ഇത് ഷെയർ ചെയ്യുന്നു. അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നതെന്നല്ല, വൻ തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ഈ ഒരു ഉപ്പ് വെള്ളത്തിലും ഈ ഒരു ലൈന് രണ്ടും വന്നിട്ട് ഷോർട്ട് ആവുന്നു. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ബ്ലേഡ് വെച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഉരുളങ്കിഴങ്ങ് വെച്ചിട്ടാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. വലിയ ഉള്ളി വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് ഗൈസ്. ഇതുപോലെ ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിർബന്ധമായിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കുക. പിന്നെ ആരും തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ ആളുകൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത 90% ആളുകൾക്കും നമ്മൾ അയച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെയുള്ള പല വീഡിയോസും ചെയ്യണം എന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് കഴിയുന്നതാണെങ്കിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച് തരുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.